ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ ഇൻഡിവിജ്വൽ സീരീസിലാണെന്നുണ്ടെങ്കിൽ അറേയും ഡിസ്ക്രീറ്റ് സീരീസിലാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി അറേയും അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസിലും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ലിമിറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്ലാസ് ലിമിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ക്ലാസ് ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ ഓരോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുമ്പോഴും, ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ. ഇവിടെ നമ്മൾ ഓരോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴും അതിനൊരു ക്ലാസ് ലിമിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ് 10 to 20 അല്ലെങ്കിൽ 20 to 30, 0 to 10 ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലെ, ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇപ്പോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ 10 to 20 എന്ന് എഴുതുകയാണ്. 10 to 20. അപ്പൊ ഇവിടെ 10ഉം 20 എന്നും പറയുന്നത് ആ ക്ലാസിന്റെ അല്ലെ, ആ ഒരു ക്ലാസിന്റെ രണ്ട് എൻഡുകളാണ്. 10 എന്ന് പറയുന്നതും 20 എന്ന് പറയുന്നതും 10നും 20നും ഇടയ്ക്കുള്ള എല്ലാ സംഖ്യകളും അതിനകത്ത് ഉൾപ്പെടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ക്ലാസ് ലിമിറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ലാസിന്റെ രണ്ട് എൻഡുകളാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഒരു ക്ലാസിന്റെ രണ്ട് എൻഡുകളെയാണ് നമ്മൾ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലിമിറ്റ് വെക്കുക എന്ന് പറയത്തില്ല, എല്ലാത്തിനും നമ്മൾ ഒരു പരിധി വെക്കുക. ഇപ്പൊ 10 to 20 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് 25ഓ 26ഓ ഈ പറയുന്നത് പോലെ 5ഓ 6ഓ 7ഓ ഒന്നും വരുന്നില്ല. 10നും 20നും ഇടയ്ക്കുള്ള സംഖ്യകളായിരിക്കും അതിനകത്ത് വരുന്നത്. സോ നമ്മൾ അതിനൊരു ലിമിറ്റ് വെക്കുന്നു. അതിനെയാണ് നമ്മൾ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് കോൺസെപ്റ്റുകൾ കൂടെ പഠിക്കാനുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താണ് ലോവർ ക്ലാസ് ലിമിറ്റ്, രണ്ടാമതായിട്ട് എന്താണ് അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തായിരിക്കും ലോവർ ക്ലാസ് ലിമിറ്റ്, എന്തായിരിക്കും അപ്പർ ക്ലാസ് ലിമിറ്റ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ഈ 10 to 20 എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് എടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ് 10 to 20 എന്ന് പറയുന്നത്. 10 ഉണ്ട്, 20 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന 10 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവസ്റ്റ് വാല്യൂ അല്ലെ, 10ഉം 20ഉം അതിന്റെ ഇടയിലുള്ളതെന്ന് പറയുമ്പോൾ ആ 10 ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ 10നെ നമുക്ക് അവിടുത്തെ ലോവർ ക്ലാസ് ലിമിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നാൽ 20യോ ആ ഒരു ക്ലാസ്സിലെ ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് 20 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നതാണ് 20 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് അപ്പർ ക്ലാസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 10 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ആണ്, ഞാൻ എൽ സി എന്ന് എടുക്കുന്നു. ഇവിടെ നമ്മൾ 20 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ്സുമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 20 to 30, 20 to 30 ഇതിനകത്ത് ലോവർ ക്ലാസ് ഏതാണ് അപ്പർ ക്ലാസ് ഏതാണെന്നൊന്ന് പറഞ്ഞേ. 20 എന്ന് പറയുന്നതായിരിക്കും ലോവർ ക്ലാസ് അല്ലെ, 20 ആയിരിക്കും ലോവർ ക്ലാസ്, 30 ആയിരിക്കും അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 50 to 60, 50 to 60 ഇതിൽ ഏതായിരിക്കും ലോവർ ക്ലാസ്, ഏതായിരിക്കും അപ്പർ ക്ലാസ്? ഇതിൽ 50 എന്ന് പറയുന്നത് ലോവർ ക്ലാസ്സും 60 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ്സും ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ പിടികിട്ടി കാണും. ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ക്ലാസിന്റെ രണ്ട് എൻഡുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ലെഫ്റ്റിലുള്ളതിനെ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂവിനെ നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റ് എന്നും ഹയസ്റ്റ് വാല്യൂവിനെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്നുമാണ് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കാരണം നമുക്ക് എക്സാമിന് ചിലപ്പോ ഈ ഒരു ക്ലാസ് തന്നിട്ട് അതിനകത്ത് ലോവർ ക്ലാസ് ലിമിറ്റ് ഏതാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഏതാണെന്ന് എടുത്ത് എഴുതാൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റണം. സോ അതാണ് ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം.
അടുത്തതാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ ക്ലാസ് വിഡ്ത് എന്നൊക്കെ പറയും കേട്ടോ. ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നോക്കണം. ഓക്കെ, ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്. ഓക്കെ, ക്ലാസ് വിഡ്ത് എന്നും പറയുവേ. ക്ലാസ് ഇന്റർവെല്ലിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലാസ് വിഡ്ത് എന്ന് പറയുന്നത്. ക്ലാസ് വിഡ്ത്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ എന്താണ് ഈ ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത് എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു ക്ലാസ് തന്നു. ആ ക്ലാസ്സിൽ നമുക്കറിയാം ലോവർ ക്ലാസ് ലിമിറ്റും ഉണ്ട്, അപ്പർ ക്ലാസ് ലിമിറ്റും ഉണ്ട് അല്ലെ? ഈ ലോവർ ക്ലാസ് ലിമിറ്റും അപ്പർ ക്ലാസ് ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിഫറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് സിംപിളി ഇങ്ങനെ പറയാം. ഇപ്പൊ ക്ലാസ് ഇന്റർവെല്ലിന് ഞാൻ CI എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോവർ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോണേ, ലോവർ ക്ലാസ്സും കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന അല്ല അപ്പർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് നമ്മളെ ലോവർ ക്ലാസ് ലിമിറ്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പർ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിനെ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്താണെന്ന് മനസ്സിലായോ? എന്ന് ഞാനിവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പർ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിനെ മൈനസ് ചെയ്യുമ്പോൾ, അവിടെ അപ്പർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് ലോവർ ക്ലാസ് ലിമിറ്റിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ ഞാന് 50 to 60 എടുത്തു. ഓക്കെ, 50 to 60 എടുത്തു. ഈ 50 to 60 എടുക്കുമ്പോൾ എത്ര ആയിരിക്കും ഇവിടെ? ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് പറ, ലോവർ ക്ലാസ് ഏതായിരിക്കും? ഇവിടെ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് 50 ആയിരിക്കും അല്ലെ? ലോവർ ക്ലാസ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. എന്നാൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പൊ ഇതിന്റെ വ്യത്യാസം എത്ര ആണ്? 10 ആണ്. അപ്പൊ 10 ആണ് ഇവിടുത്തെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? ക്ലാസ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ 10 ആണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ക്ലാസ് ഇന്റർവെല് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് വേറൊരു സംഭവം പഠിക്കാനുള്ളത് ക്ലാസ് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ക്ലാസ് മിഡ് പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലൈനിന്റെ ഫുൾ ലെന്ത് എടുത്തിട്ട് അതിന്റെ പകുതിയായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലെ? ഇതിന്റെ പകുതിയായിരിക്കും പറയുന്നത്. അപ്പോ ക്ലാസ് മിഡ് പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്നൊക്കെ പറയും. ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ മിഡ് വാല്യൂ ആണ് കേട്ടോ, വേറൊന്നുമില്ല. ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആയിരിക്കും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? വീണ്ടും ഞാൻ ആ പഴയ എക്സാമ്പിൾ തന്നെ എടുക്കട്ടെ. വീണ്ടും ഞാൻ ആ പഴയ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഇപ്പോ 50, 60. ഓക്കെ, 50, 60 എന്നുള്ളത് ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ക്ലാസ് മിഡ് പോയിന്റ് എത്ര ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 50യെ നിങ്ങൾ 60 കൊണ്ട് ആഡ് ചെയ്തതിന് ശേഷം 50യെ നിങ്ങൾ 1 സെക്കൻഡ് 50 പ്ലസ് 60 ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 50 പ്ലസ് 60 ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഞാൻ ഇവിടെ എഴുതി കാണിക്കാമേ. 50 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കിട്ടും.
അപ്പൊ ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കിട്ടണമെങ്കിൽ അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ബൈ 2 എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലാസ് മിഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുറെ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ തന്നിട്ട് മേ ബി അതിനകത്ത് നിന്ന് ക്ലാസ് ഇന്റർവെല് കണ്ടെത്തുക, ക്ലാസ് ലിമിറ്റ് ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും കണ്ടെത്തുക, അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ഒരു 2-3 എക്സാമ്പിൾ ഞാനിപ്പോ തരാം. നിങ്ങൾ 10 to 20, 20 to 30, 30 to 40 ഇതിന്റെ എല്ലാം ഈ 3 കാര്യങ്ങളും ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. ആദ്യം ക്ലാസ് ലിമിറ്റുകൾ കണ്ടുപിടിക്കുക, ദെൻ ക്ലാസ് ഇന്റർവെൽസ് കണ്ടുപിടിക്കുക, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ക്ലാസ് മിഡ് പോയിന്റ് കൂടെ കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ആ എൻഡുകളെയാണ് പറയുന്നത്. അപ്പൊ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് ചെറിയ വാല്യൂവും അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് വലിയ വാല്യൂവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സുകളിലുള്ള നമ്പേഴ്സിനെ കൂട്ടി അത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതുപോലെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റർവെൽ ആണ് കേട്ടോ, അതിന്റെ ഡിഫറൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാലൻസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.